ബലാത്സംഗ കേസുകളിൽ അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഇന്ന് നിയമസഭയിൽ തുടങ്ങിയേക്കും. ഡി.കെ. മുരളി എംഎൽഎ സ്പീക്കർക്ക് നൽകിയ പരാതി പ്രിവിലേജസ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. ജയിൽ മോചിതനായതിനു ശേഷം രാഹുൽ ഇതുവരെ സഭാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് ആരംഭിക്കും. 3 ദിവസം നീളുന്ന ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി ബുധനാഴ്ച മറുപടി നൽകും. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ജയിൽ മോചിതനായ ശേഷം രാഹുൽ ഇതുവരെ സഭയിൽ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ സഭ സമ്മേളിക്കുന്ന സമയത്ത് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുമ്പോഴുള്ള പ്രതിപക്ഷ പ്രതിഷേധവും സഭ സാക്ഷ്യമാവുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നിയമസഭയുടെ പരിഗണനയിലേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണം എന്നൊരു പരാതി ഡി.കെ. മുരളി എംഎൽഎ നേരത്തെ തന്നെ സ്പീക്കറിന് കൊടുത്തതാണ്. അതിന്റെ ഭാഗമായി പ്രിവിലേജ് ആൻഡ് എത്തിക്കൽ കമ്മിറ്റി അത് പരിഗണിക്കുകയാണ് ഇന്ന് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇത്തരം നിരന്തരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന തുടർച്ചയായി ബലാത്സംഗ കേസുകൾ വരുന്ന ഒരു എംഎൽഎ അത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് എന്നുള്ളത് ആണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പുറത്താക്കണം എന്നുള്ളതാണ് ഡി.കെ. മുരളിയുടെ പരാതിയുടെ ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എത്തിക്സ് കമ്മിറ്റി ചേർന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കുന്നു എങ്കിൽ തന്നെയും അതിന്റെ നടപടികൾ ഒരുപാട് നീണ്ടുപോകാനാണ് സാധ്യത. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ സഭാ സമ്മേളനത്തിൽ എന്തായാലും നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം ബാക്കിയുള്ളതും. കഴിഞ്ഞ ബജറ്റിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ്, തലേ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ ബജറ്റിന്റെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയതുമില്ല. ഇന്ന് എത്തുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ എത്തുകയാണെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തലസ്ഥാനം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴുമെല്ലാം ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ബിജെപിയുടെയും എല്ലാം പ്രതിഷേധം നമ്മുടെ മുന്നിലുള്ളതാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. അതേസമയം തന്നെ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയാണ് പ്രധാനമായും ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞതുപോലെ ബുധനാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറയുകയും ചെയ്യും. പ്രതിപക്ഷം പൂർണ്ണമായും പറയുന്നത് എന്തിനാണ് ചെറിയ കാലയളവിലേക്ക് ഈ ബജറ്റ് എന്നുള്ളത് തന്നെയാണ്. അതിനെ ആധാരമാക്കിയുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുകയും ചെയ്യുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് രാവിലത്തെ ഒരു സസ്പെൻസായി നിലനിൽക്കുന്നത്. ശരി, ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.